എന്താ ട്രാവലർ മറിഞ്ഞാല് എന്റെ അഭിപ്രായം? ട്രാവലർ മറിഞ്ഞില്ല. ട്രാവലർ മറിഞ്ഞതിന്റെ അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓല് പറയണേ ബ്രേക്ക് ഇതായി എന്നല്ലേ പറയണേ. ബ്രേക്ക് ചൂടായിട്ടാണല്ലോ. പക്ഷെ നമ്മളൊക്കെ 2005 മുതൽ തുടങ്ങിയതാണ് ഈ ഫീൽഡ്. കുറേ കാലങ്ങളായി കൊല്ലി ഹിൽസ് അടക്കം കയറി ഇറങ്ങി പോരുന്ന ആൾക്കാരാണ്. ചുറ്റോട്ടത്തെ ഏറ്റവും വലിയ ഹൈ റേഞ്ച് കൊല്ലി ഹിൽസാണ്. അത് 90 RPM ബെൻഡാണ്. ഇതാകെ 40 ഉള്ളൂ. അതിന്റെ പകുതി ഉള്ളത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞല്ല, നമ്മൾ ട്രാവലറിന് നിങ്ങൾ ബ്രേക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ ഈ ട്രാവലർ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഹൈ റേഞ്ച് ഓടി ഇറങ്ങുന്ന സമയത്ത്, നമുക്ക് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ചൂടായത് എങ്ങനെ അറിയാം? ബ്രേക്ക് ചോട്ടി മനസ്സിലാവും. പൊഴുത്ത പാത്രമ്പോൾ ചോട്ടിയ മൈരിയാക്കാരം എന്തുണ്ടാകുക? നല്ല പൊഴുത്ത പാത്രമ്പോൾ ചോട്ടിയാണ് പോകൂലേ, അതേ മൈരിയാക്കാരം ഫസ്റ്റ് ടൈം ഇത് കാണിക്കും. 1, 2, 3 വട്ടം ഇത് കാണിക്കും. ബ്രേക്ക് പോയിക്കണോ, ബ്രേക്ക് ചോട്ടിയെ കിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ കല്ലട്ടി ചേർത്തുമ്പോൾ വരേണ്ട നമ്മൾ റിഡ്സ് ചൂടായിട്ട് ഡിസ്കുമ്മേ അതിൻ്റെ വീൽ കപ്പ് ഉരുകി ഒട്ടി. അത്രയും ചൂടാണ് സംഭവം. അപ്പം അതേമാതിരി ഈ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാർ ഓടിക്കണവരും ട്രാവലർ വരെ ഓടിക്കാനുള്ള ലൈസൻസുകൾ അപ്പോൾ അത് കിട്ടിയത്. പക്ഷെ ട്രാവലർ ഈ 10-26 ആളെ വെച്ച് ഓടിക്കുക, അല്ലെങ്കിൽ 15 ആള് 30 ആളെ വെച്ച് ഓടിക്കുമ്പോൾ ഈ ചെറിയ ലൈറ്റ് ലൈസൻസ് കൊണ്ട് എന്ത് ചെയ്യാനാ? ഇതെന്താ നാനോ? അപ്പോൾ ഒരിക്കലും ഈ ലൈറ്റ് ലൈസൻസ് കൊണ്ട് ട്രാവലർ ഓടിക്കാനുള്ള അധികാരം കൊടുക്കരുതേ. ആ ഒരു സിസ്റ്റം വരിക കാരണം എല്ലാ ആളുകളും ട്രാവലർ എടുത്ത് പോവുകയാണ്. ഈ ബ്രേക്കിന്റെ കാര്യക്ഷമത മനസ്സിലാക്കണില്ല. പിന്നെ ഈ ലോക്കൽ ട്രിപ്പുകൾ പോണ മാതിരിയല്ല. 10-26 ആളുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇത് പോയി വരുന്ന വരെ നമ്മുടെ മനസ്സിലൊരു എന്ത് നിങ്ങളോട് പറയാം, ഒരു ടെൻഷനാണ്. കാരണം അഥവാ കഷ്ടകാലത്തിന് വല്ല ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 26 ആൾ കുടുങ്ങി. നമ്മൾ ഒറ്റക്കാലത്ത് നമുക്ക് കുഴപ്പമില്ല, വണ്ടി സുഖമായി കടന്നു തുടങ്ങി, നാളെ വർഷക്കാലം വന്ന് നേരാക്കാം. ഈ ആൾക്കാരും നമ്മൾ കാട്ടുക ഈ കാടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഏതൊരു കയറ്റോ ഏത് ഗീറിലാണ് കയറിയിരിക്കണം, ആ ഗീറിലെ കയറ്റം തിരിച്ചടക്കണം. അതാണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് തരുന്ന ഈ ബാഡ്ജ് ഉണ്ടാവല്ലോ, അത് നമ്മളെ സ്റ്റാൻഡിലെ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റാൻഡിൽ പോയിരുന്നാലും ഡ്രൈവർമാർ തമ്മിൽ പറയുന്ന കാര്യങ്ങളെ നമ്മൾ കേൾക്കുള്ളൂ. കുടിയും കുതിരിക്കണമെന്ന് എന്ത് സ്റ്റാൻഡ് വെച്ചേക്കും, നമുക്ക് മനസ്സിലായോ? സ്റ്റാൻഡിൽ ഇരുന്നാലും വണ്ടിയുടെ കാര്യങ്ങൾ നമ്മൾ പറയും. ബ്രേക്ക് ഡൗൺ ആയി എങ്ങനെ ആയി, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എങ്ങനെ നിന്നു എന്നൊക്കെ നമ്മൾ സ്റ്റാൻഡിലാണ് ചർച്ച ചെയ്യുക. കുറേ ഡ്രൈവർമാർ വരുമ്പോൾ അപ്പോഴൊക്കെ അത് കേട്ട് പഠിച്ച. അപ്പോൾ നമ്മളോട് തന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ഡ്രൈവറുണ്ട്, വണ്ടി തരുമോ? ആ ഒരു ചോദ്യമുണ്ട്, ഇതെന്താ റെന്റിന് കൊടുക്കണ കാറോ? ഞങ്ങളുടെ അടുത്ത് ഡ്രൈവറുണ്ട്, നിങ്ങൾ വണ്ടി ഒന്ന് തരുമോ? ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കൊണ്ട്. എത്ര ആൾക്കാർ ചോദിച്ചിരിക്കണോ അറിയാം? എന്താ കുഴിയിൽ റെന്റിനോടൊക്കെ വെച്ചിട്ട് ആ ബുദ്ധിയില്ലായിട്ട് ചോദിച്ചാണ്. അങ്ങനത്തെ ഡ്രൈവർമാരാണ് ഈ പോണത്. ഓർക്കൊരു ABCD ഉണ്ടാവില്ല. പിന്നെ രാത്രി 10 മണിക്ക് കറന്നിറങ്ങണോ ഒരിക്കലും പുലർച്ചെ 3 മണിക്ക് വണ്ടി ഓടിപ്പിച്ചല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ടേക്ക് കൊല്ലും. കാരണം 3 മണിക്ക് ഒരാൾക്കിൻ്റെ ഉറക്കുറങ്ങുന്ന സമയം. ആ സമയത്ത് വണ്ടി ഓടിച്ചിടുന്ന പറഞ്ഞാൽ നല്ല റിസ്ക്കുള്ള കാര്യമാണ്. പിന്നെ ചിലവിലുണ്ട് ലാഭം കിട്ടാൻ വേണ്ടി കുടിയിലെ ആൾക്കാരായിട്ട് വണ്ടിയിട്ട് പോവുക. കുടിയിലുള്ള ആളാണ് ചെക്കനാക്കാൻ. ഓരോ ഇനി പുറത്തുനിന്ന് ഡ്രൈവർ വിളിച്ചാൽ 10,000-2,000 കൊടുക്കണീന് എന്ത് ചെയ്യും? കുടിയിൽ നടന്നുറങ്ങുന്ന ചെക്കന്മാരെ വിളിച്ച് പോകും. ഓരോരോ സ്ഥലത്തേക്ക് രാത്രി ഉറക്കം വെച്ച് വണ്ടി ഓടിച്ച് പരിചയമുള്ളവരോട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ 10 വേറെ തരും.